ആദിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ അനർലിതോസ്യ ച ഗോവിന്ദ ജനർലോകേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. പേടിച്ചു വരണ്ട പുത്രനോട് ബൃഹന്നള പറഞ്ഞു, തനിക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തോളാം. അങ്ങനെയൊക്കെ വയ്ക്കോ? എന്നെ കൊണ്ട് വയ്ക്കും, ഞാൻ പിന്നിലേക്കില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു തീരുമാനമായി. അവർ തമ്മിൽ പോർച്ചട്ടയൊക്കെ മാറി. എന്നിട്ട് ബൃഹന്നള ഒരു ശ്രീമ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തേര് കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഉത്തരനോട് അതിൻ്റെ മുകളിൽ കയറി, അതിൻ്റെ മുകളിലൊരു ബാണ ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു. ഉത്തരൻ മുകളിൽ കയറി ഈ ബാണം ചുവട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ ആയുധങ്ങൾ. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, താൻ അതിൽ നിന്ന് ആ വില്ലും ആ ആവനാഴിയും കൂടി എടുത്താൽ മതി, അത്രേ നമുക്ക് വേണ്ടു എന്നും പറഞ്ഞ് അതും എടുത്ത് അർജുനൻ തേർത്തോട്ടിൽ കയറിയിരുന്നു. ഉത്തരൻ സാരഥിയായി. തേരങ്ങോട്ട് മുമ്പിലേക്ക് നീങ്ങിയപ്പോഴേക്കും വായു വേഗത്തിലാണ് തേര് നീങ്ങണതേ. അട്ടഹാസം മുഴക്കാൻ തുടങ്ങി. മോളിന്ന് ഹനുമാന്റെ അട്ടഹാസം. ഇത് കേട്ടപ്പോഴാണ് ഭീഷ്മര് പറഞ്ഞത്, വരണത് ചില്ലറക്കാരനല്ല ദുര്യോധന, മധ്യപാണ്ഡവനാണ് വരണേന്ന്. അപ്പോൾ ഉത്തരനൊരു സംശയം. ഉത്തരൻ ചോദിച്ചു, താങ്കൾ ആരാണ്? സത്യാവസ്ഥ പറയൂ, എനിക്ക് പേടിയായിട്ട് വയ്യ. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ മധ്യപാണ്ഡവനാണ്. ഞങ്ങൾ പാണ്ഡവന്മാർ അജ്ഞാതവാസത്തിന് വേണ്ടിയിട്ട് അങ്ങയുടെ അരമനയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇന്നലെ അജ്ഞാതവാസം കഴിഞ്ഞു. മറ്റു 4 പേരും കൂടി അവിടെ യുദ്ധം ചെയ്ത് ത്രികർത്തനെ തോൽപ്പിച്ച് വിജയശ്രീലാളിതരായിട്ട് മടങ്ങിപ്പോകുന്നുണ്ടാവും. നമുക്കിനിയിപ്പം നമ്മുടെ കടമ നിർവഹിക്കുക. നമ്മുടെ പശുക്കളെ പിടിച്ചുകൊണ്ടുപോയവരെ ശിക്ഷിക്കാണ്ട് പറ്റില്ല. ധൈര്യമായിട്ടിരിക്കൂ, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ പേടി തോന്നുന്നുണ്ടെങ്കിൽ ഈ നാമം അങ്ങോട്ട് ജപിച്ചാൽ മതി. അതെന്താ നാമം എന്ന് അറിയണ്ടേ? അർജുനൻ ഫൽഗുണൻ ജിഷ്ണു കിരീടി ശ്വേതവാഹകൻ ബീബൽസു വിജയൻ കൃഷ്ണൻ സവ്യസാചി ധനഞ്ജയൻ. ഈ നാമങ്ങൾ ജപിച്ചാൽ മതി. അപ്പോൾ ഉത്തരനൊരു സംശയം, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അർത്ഥം അറിയാണ്ട് നാമം ജപിച്ചിട്ട് എന്താ കാര്യം എന്നായി. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ പേരുകൾ തന്നെയാണ്, വേണമെങ്കിൽ പറഞ്ഞുതരാം. അർജുനൻ എന്നാണ് എൻ്റെ പേരിട്ടിരിക്കുന്നത്. വെളുത്ത നിറമുള്ളത് കൊണ്ടാണ് എനിക്ക് അർജുനൻ എന്ന് പേരിട്ടത്രേ. നക്ഷത്രങ്ങളുടെ സന്ധിയിലാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഫൽഗുനൻ എന്ന് വിളിക്കുന്നത്. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാണ് ഞാൻ. ഇന്ദ്രപുത്രനായതുകൊണ്ട് എന്നെ ജിഷ്ണു എന്ന് വിളിക്കുന്നു. യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചപ്പോൾ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ എൻ്റെ ശിരസിൽ കിരീടം വെച്ച് എന്നെ അനുമോദിക്കുകയുണ്ടായി. അന്ന് മുതൽ എന്നെ കിരീടി എന്നും വിളിക്കുന്നത്. എൻ്റെ തേരിന് എപ്പോഴും വെള്ളക്കുതിരകളെ പൂട്ടുന്നത് കൊണ്ട് ശ്വേതവാഹകൻ എന്നും പേരുണ്ട്. യുദ്ധക്കളത്തിൽ മര്യാദ വിട്ടിട്ട് യാതൊന്നും ചെയ്യാത്തവനായതുകൊണ്ട് എനിക്ക് ബീബൽസു എന്നൊരു പേര് കൂടിയുണ്ട്. ഏത് യുദ്ധമായാലും അതിൽ ഞാൻ വിജയിക്കും, അതുകൊണ്ട് വിജയൻ എന്നും പേരുണ്ട്. ആകർഷകമായ കൃഷ്ണവർണ്ണം ഉള്ളതുകൊണ്ട് കൃഷ്ണൻ എന്നും വിളിക്കുന്നുണ്ട്. നരനാരായണന്മാരിൽ നരനാണത്രേ ഞാൻ, അങ്ങനെയും പറയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് വിളിക്കും. 2 കൈ കൊണ്ടും ഒരുപോലെ ശരം തൊടുക്കാൻ അറിയുന്നവർ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സവ്യസാചി എന്ന് വിളിക്കുന്നുണ്ട്. ശത്രുക്കളെയൊക്കെ ജയിച്ച് ധാരാളം ധനം കൊണ്ടിരുന്നത് കൊണ്ട് ധനഞ്ജയൻ എന്നൊരു പേരും കൂടിയുണ്ട്. ഇതാണ് നാമങ്ങൾ. ഇപ്പം അർത്ഥമൊക്കെ മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ട് തേര് വിടൂ എന്ന് പറഞ്ഞു. നാമമൊക്കെ ജപിച്ചപ്പോൾ ഒരു ഉത്തേജനമൊക്കെ വന്നു ഉത്തരന്. എന്നിട്ട് അങ്ങോട്ട് തേര് വിടാൻ തുടങ്ങി. മധ്യപാണ്ഡവനാണ് യുദ്ധം ചെയ്യാൻ പോണതെന്ന് കേട്ടപ്പോൾ പിന്നെ നല്ല ധൈര്യം വന്നു. ആയുധ ദേവതകളെയൊക്കെ സ്മരിച്ചിട്ട് അർജുനൻ തൻ്റെ ശംഖനാഥം അങ്ങോട്ട് മുഴക്കി. മോള് ദിഗന്ധം പൊട്ടുമാറാണ് ഹനുമാൻ കിടന്ന് അട്ടഹസിക്കുന്നത്. കൂടാതെ അർജുനനും യുദ്ധകാഹളം മുഴക്കാൻ തുടങ്ങി. ആകെ ശബ്ദമുഖരിതമായൊരു തേരാണ് കൗരവരുടെ മുമ്പിലേക്ക് പാഞ്ഞിങ്ങനെ വരണത്. ഉടനെ കൃപനും ദ്രോണാചാര്യനും ഭീഷ്മപിതാമഹനും ദുര്യോധനോട് പറഞ്ഞു, ഇപ്പം സമയം നമുക്ക് നല്ലതല്ല.
നമുക്കിപ്പോൾ തൽക്കാലം പിന്മാറുക, പശുക്കളെ വിട്ടുകൊടുത്ത് പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. ഉടനെ കർണനും ദുശാസനനും ഇടപെട്ടു. യുദ്ധം ചെയ്യാണ്ട് പോണ പ്രശ്നമില്ല, പിന്മാറ്. ആകെ പെണ്ണുങ്ങളുടെ പണിയാണ് എന്നായി കർണൻ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ദുര്യോധനൻ ഉടനെ തന്നെ ഒരു വ്യൂഹം ചമച്ചു. അതിൻ്റെ നടുക്ക് ഭീഷ്മ പിതാമഹനെ നിർത്തി. ദുര്യോധനൻ പിന്നിലേക്കും മാറി. മുമ്പിൽ എതിർക്കാൻ കർണനാണ് നിൽക്കുന്നത്. അർജുനൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ വ്യൂഹത്തിൻ്റെ പിന്നിലാണ് ദുര്യോധനൻ നിൽക്കുന്നത്. അവനോടാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടത്. ഇവരൊക്കെ എങ്ങനെയാ മാറ്റാന്നും പറഞ്ഞിട്ട് വന്ന വരവിന് കർണനുമായിട്ട് അങ്ങോട്ട് എതിർത്തു. ശരവർഷം കർണൻ അങ്ങോട്ട് മാറി. ഭീഷ്മ പിതാമഹനെ വിട്ടുമാറിയിട്ട് നേരെ പിന്നിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ എത്തി ദുര്യോധനനുമായിട്ട് വലിയൊരു യുദ്ധം. ദുര്യോധനനെ സഹായിക്കാൻ കർണനും ദുശാസനും ഒക്കെ ഓടിയെത്തി. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ക്ഷീണിച്ച് പിന്മാറി. ഉടനെ തന്നെ ദ്രോണാചാര്യർ പുറപ്പെട്ടു. ദ്രോണാചാര്യരുമായിട്ട് കുറച്ച് നേരം യുദ്ധം ചെയ്തു. രണ്ടുപേരും കട്ടക്ക് തന്നെയാണ്. പക്ഷേ വയസ്സില്ലേ, ക്ഷീണിക്കാൻ തുടങ്ങിയിരുന്നു. ഗുരു ക്ഷീണിക്കണ കണ്ടപ്പോൾ അർജുനൻ ഗുരുവിനെ വിട്ട് വ്യൂഹം ചിന്നിച്ചെതിറിയിരിക്കണു. ഭീഷ്മ പിതാമഹനോട് എതിർത്തു. രണ്ടുപേരും തമ്മിൽ ചില്ലറ യുദ്ധമൊന്നുമല്ല നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ദിവ്യാസ്ത്രങ്ങൾ അങ്ങനെ കൈവച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയിരിക്കണത്. പക്ഷേ കാര്യം ഉണ്ടായില്ല. ഭീഷ്മാചാര്യൻ്റെ പോർച്ചട്ടയിൽ അർജുനൻ്റെ അമ്പുകൾ തറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴത്തേക്കും അശ്വത്ഥാമാവും മുമ്പിലേക്ക് വന്നു. അശ്വത്ഥാമാവും അർജുനനും കൂടി ഇതേമാതിരി തന്നെ ദിവ്യാസ്ത്രങ്ങളുമായിട്ടൊരു യുദ്ധം തന്നെ നടന്നു. അശ്വത്ഥാമാവും ഒതുങ്ങി. ഈ സമയത്ത് പേടിച്ച് ദുര്യോധനൻ്റെ പട പല സ്ഥലത്തും ചിന്നിച്ചിതറി പോവുകയും ചെയ്തു. ബ്രഹ്മാണ്ടം മുഴക്കുന്ന ശബ്ദങ്ങൾ, ഹനുമാന്റെ ശബ്ദവും അർജുനൻ്റെ അട്ടഹാസവും പോർവിളിയും എല്ലാം കൂടി കേട്ട് കുറേ പേര് അവിടെ മൂർച്ഛിച്ച് വീണു. അർജുനൻ പറഞ്ഞു, ഉത്തര ചാടി ഇറങ്ങ്, അവരുടെയൊക്കെ ആ പട്ടുവസ്ത്രങ്ങൾ ഇങ്ങോട്ട് വലിച്ചെടുക്ക്. നമ്മൾ വരുമ്പോൾ പറഞ്ഞിട്ടില്ലേ അന്തപുരത്തിലെ സ്ത്രീകൾക്ക് പട്ടുവസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കാമെന്ന്, അത് ഇതാവട്ടെ, എല്ലാം അങ്ങോട്ട് അഴിച്ചെടുക്കുന്നു. അങ്ങനെ ബൃഹന്തള്ളയുടെ നിർദ്ദേശപ്രകാരം ഉത്തരൻ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചെടുത്തു. കണ്ണ് തുറന്നപ്പോൾ അവരൊക്കെ നാണം കെട്ട് കിടക്കുക. വസ്ത്രം വരെ അപഹരിച്ചു കൊണ്ടേയിരിക്കുന്നു. പശുക്കളെ വിട്ട് ഓടിപ്പോയപ്പോൾ പശുക്കൾ മുഴുവൻ തിരിച്ച് തന്നെത്താനെ ഗോശാലയിൽ പോയി കയറുകയും ചെയ്തു. എല്ലാം സ്വസ്ഥായി യുദ്ധവും ജയിച്ചു. ഉത്തരനും ബൃഹന്നളയും കൂടിയിട്ട് തിരിച്ച് തേര് പുറപ്പെട്ടു. അപ്പം ബൃഹന്നള പറഞ്ഞു, ഉത്തര ഇനി പതുക്കെ ഓടിച്ചാൽ മതി, ധൃതിയൊക്കെ കഴിഞ്ഞേക്കണു എന്ന് പറഞ്ഞു. അങ്ങനെ മെതുവ വിജയശ്രീലാളിതരായിട്ട് തേരും തെളിയിച്ച് രണ്ടുപേരും വിരാട രാജധാനിയിലേക്ക് പുറത്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.